ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ, CMO, ദീപം ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഗ്രോയിങ് പെയിൻ. ഇതിൻ്റെ പേര് പോലെ ഇത് വളർച്ചയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരസുഖമാണ്. പക്ഷേ പേര് ഗ്രോയിങ് പെയിൻ എന്നാണ്. അതൊരു വിരോധാഭാസമാണ്. സാധാരണ ഇത് ഒരു 3 വയസ്സിനും 12 വയസ്സിനുമൊക്കെ ഇടയ്ക്കുള്ള കുട്ടികൾക്ക് കണ്ടുവരുന്ന ഒരു അസുഖം. ഈ കുട്ടികൾ പകല് വളരെ ആക്റ്റീവായിരിക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റ് കാഫ് മസിൽസിന് വേദന പറയും, ചിലപ്പോൾ തൊടയുടെ പുറകിൽ. ഇതാണ് ഇതിൻ്റെ ഒരു ലക്ഷണം. മിക്കവാറും ഇത് 2 കാലിൻ്റെ കാഫ് മസിൽസിനും വേദന അനുഭവപ്പെടും. കുട്ടി ചിലപ്പോൾ വേദന എടുത്തിട്ട് കരയാറുണ്ട്, ചിലപ്പോൾ ഇത് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കരയാറുണ്ട്. ഇതിൻ്റെ ഒരു എക്സാക്റ്റ് എത്തിയോളജി അണ്ണോ. പക്ഷേ ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നത് മസിൽ എക്സർഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഒരു പെയിനാണെന്നാണ് പറയാറുള്ളത്. വേദന വന്ന് ചിലപ്പോൾ കുട്ടികൾ കരയാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കരച്ചിൽ ഒരു 10-15 മിനിറ്റ് നേരെ നിൽക്കത്തുള്ളൂ. മിക്കവാറും 2 കാലിലും വേദന ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്ത് കഴിയുമ്പോൾ കുട്ടിക്ക് വേദന മാറും, കരച്ചിലും മാറും. അപ്പോൾ ഇത് ഒരു പേടിക്കേണ്ട ഒരു അസുഖം അല്ല. പക്ഷെ ഇവിടെ ചില വാർണിംഗ് സൈൻസ് ഉണ്ട്. അപ്പോൾ ആ വാർണിംഗ് സൈൻസിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് രക്ഷകർത്താക്കളുടെ ഒരു കടമയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ വേദന 1 കാലിൽ മാത്രമാണോ അതോ 2 കാലിലും ഉണ്ടോ? സാധാരണ ഈ ഗ്രോയിങ് പെയിൻ വരുന്നത് 2 കാലിലും വരാറുണ്ട്. വേദന പറയുമ്പോൾ അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ കുട്ടിക്ക് പനിയുണ്ടോ, ഈ വേദന പറയുന്ന ഭാഗത്ത് നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ചൂട് കൂടുതലായിട്ട് എന്ന് പറഞ്ഞാൽ സൈൻസ് ഓഫ് ഇൻഫ്ലമേഷൻ ഉണ്ടോ, അതാണ് ഈ ചൂടുണ്ടോ എന്ന് നോക്കുന്നത്. അതുപോലെ നമ്മളവിടെ അമുക്കി നോക്കുമ്പോൾ ടെൻഡർനെസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ വേദന അനുഭവപ്പെടുന്നുണ്ടോ ഇങ്ങനെ അമുക്കി നോക്കുമ്പോൾ. അതുപോലെ ഈ വേദന പറയുന്നിടത്ത് എന്തെങ്കിലും നിറവ്യത്യാസം ഉണ്ടോ. ഇതെല്ലാം സൈൻസ് ഓഫ് ഇൻഫ്ലമേഷൻ്റെ ലക്ഷണങ്ങളാണ് ഈ പറയുന്നത്. അതുപോലെ വേദന ഇല്ലാത്ത സമയത്ത് കുട്ടി ആക്റ്റീവാണോ, അതുപോലെ കുട്ടിയുടെ വളർച്ച ഒരു നോർമൽ രീതിയിലാണോ. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഇതിൻ്റെ വാർണിംഗ് സൈൻസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ വേദന ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിരിക്കും, മറ്റേതൊരു 15 മിനിറ്റ് നിന്നിട്ട് കുട്ടി റെസ്റ്റ് എടുക്കുമ്പോൾ അതങ്ങ് മാറും. അതുപോലെ സൈൻസ് ഓഫ് ഇൻഫ്ലമേഷൻ ചിലപ്പോൾ കാണും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെക്കി നോക്കുമ്പോൾ വേദന എന്നൊക്കെ പറഞ്ഞില്ലേ, വേദന. അതുപോലെ റെഡ് കളർ, ആ വേദനയുള്ള ഭാഗത്ത് കളർ ചേഞ്ച്, ഇതൊക്കെ സൈൻസ് ഓഫ് ഇൻഫ്ലമേഷനാണ്. ഇതൊന്നും ഈ ഗ്രോയിങ് പെയിൻ്റെ അകത്ത് ഉണ്ടാകത്തില്ല. പിന്നെ അതുപോലെ ആ ഭാഗത്ത് പിടിച്ചു നോക്കുമ്പോൾ ചൂട് അനുഭവപ്പെടും. അല്ലെങ്കിൽ കുട്ടിക്ക് പനിയുണ്ടോ, ഈ പനിയൊന്നും ഗ്രോയിങ് പെയിൻ്റെ കൂടെ കാണത്തില്ല. അതുപോലെ വെയിറ്റ്, ഈ വളർച്ച എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് വെയിറ്റ് കുറയുന്നുണ്ടോ, വിശപ്പില്ലായ്മയുണ്ടോ, കുട്ടി വളരെ ഇനാക്റ്റീവാണോ. ഈ പറഞ്ഞതൊന്നും മറ്റേ ഗ്രോയിങ് പെയിൻ്റെ അകത്ത് ഉണ്ടാകത്തില്ല, കുട്ടി വളരെ ആക്റ്റീവായിരിക്കും. അതുപോലെ ഈ വേദനയുള്ള കാലിലെ കഴലയ്ക്ക് വീക്കം വല്ലതും ഉണ്ടോ, കഴല, അത് ഒരു ഇൻഫെക്ഷൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത്. അപ്പോൾ ഇവിടെ വരുന്ന ഇൻവെസ്റ്റിഗേഷൻസ്, യഥാർത്ഥത്തിൽ ഇത് ഒരു ഇൻവെസ്റ്റിഗേഷനൊന്നും വേണ്ട ഒരസുഖമല്ല. പക്ഷേ എങ്കിലും വേറെ എന്തെങ്കിലും സീരിയസ് അസുഖങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ ബ്ലഡ് റുട്ടീൻ, ചിലപ്പോൾ ആ വേദനയുള്ള ജോയിൻറ്റിൻ്റെ എക്സ്റേ എടുക്കാറുണ്ട്, ബ്ലഡിലെ കാൽഷ്യത്തിൻ്റെ അളവ് നോക്കാറുണ്ട്, വിറ്റാമിൻ ഡിയുടെ അളവ് നോക്കാറുണ്ട്, രക്തക്കുറവുണ്ടോ എന്ന് നോക്കാറുണ്ട്. ഇതൊക്കെ ഈ വേറെയുള്ള കാര്യങ്ങൾ, വേറെയുള്ള സീരിയസ് അസുഖങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയുള്ള ടെസ്റ്റുകളാണ്, അല്ലാതെ ഗ്രോയിങ് പെയിൻ്റെ ടെസ്റ്റുകളല്ല. ഇനി നമുക്ക് ഇതിൻ്റെ ചികിത്സ പറയാം. ചികിത്സ യഥാർത്ഥത്തിൽ ഇപ്പം അമ്മ
കുട്ടിയെ വിളിച്ചിരുത്തി ഈ വേദന പറയുമ്പോൾ കാലിൽ എന്തെങ്കിലും ഒരു ബാം പുരട്ടി കൊടുത്തിട്ട്, മോനെ ഇതൊരു കാര്യമുള്ളൊരു അസുഖമൊന്നുമല്ല, വേദന കുറയും എന്നും പറഞ്ഞ് ഒന്ന് തടയുകയൊക്കെ കൊടുക്കുക. വേണമെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം വെച്ച് ഒന്ന് ചൂട് പിടിക്കുക. അല്ലെങ്കിൽ ഈ വേദന വരുന്ന സമയത്ത് ഒന്ന് കുളിപ്പിക്കുക, ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുക. അതുപോലെ ഈ കാലുകളുടെ സ്ട്രെച്ചിങ് എക്സർസൈസ് നല്ലതായിരിക്കും. അതുപോലെ കുട്ടികളുടെ ഈ ശ്രദ്ധ ഇതിൽ നിന്ന് മാറ്റാനായിട്ട് എന്തെങ്കിലും കളികളിൽ ഏർപ്പെടുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെ കൊടുത്തിട്ടും കുട്ടിക്ക് പെയിൻ ഉണ്ടെങ്കിൽ വലിയ സൈഡ് ഇഫക്റ്റ് ഒന്നും ഇല്ലാത്ത പാരസെറ്റമോൾ പോലുള്ള എന്തെങ്കിലും മരുന്നുകൾ കൊടുക്കാം. ഒരു 15 milligram per kg കൊടുക്കാം. അത് ഒരു ദിവസം വേണമെങ്കിലും ഒന്നുകൂടെ വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യാം. ഒരു പ്രാവശ്യം കൂടെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗ്രോയിങ് പെയിനിനെ പറ്റി പറയാനുള്ളത്. ഈ വീഡിയോ ഒന്നിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.